ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഞങ്ങൾ ഏകദേശം ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഒന്ന് സെൻറ്റർ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ സെൻറ്ററിൽ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നു. സെൻറ്റർ വരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് സെൻറ്ററിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. എല്ലാ തവണയും എൻ്റെ ശബ്ദം മാറിയിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കാറ്. ഇത്തവണ ശബ്ദം മാറിയിട്ടുണ്ട്. ഇവളോട് വർത്താനം പറഞ്ഞു മാറിയതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സെൻറ്ററും പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സെൻറ്ററിൽ നമുക്ക് പാർക്കിംഗ് കിട്ടാനും അതേപോലെ തന്നെ പാർക്കിങ്ങിന് പേ ചെയ്യാനും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് ആംസ്റ്റൽഫെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് സെൻറ്റർ പോവുകയാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. 2:30 അതെ, 2:30 ആയിട്ടുണ്ട്. ഒരു 3:15 ആകുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നുണ്ടായിരിക്കും. ആളുകൾക്ക് 3:15 ആകുമ്പോഴാണ് കേട്ടോ ആംസ്റ്റർഡാം സെൻട്രൽ എത്തുക. നമുക്ക് അധികം നേരം സെൻറ്ററിൽ കറങ്ങാൻ വേണ്ടി സമയമില്ല. കാരണം ഏകദേശം ഒരു 7-7:30 നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം. ഇന്ന് രാത്രി 11:45 നമ്മൾ പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാനഗരത്തിലോട്ടുള്ള ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെക്സ് ബസ്സിലാണ് കേട്ടോ പോണത്. ഫ്ലിക്സ് ബസ്സിലാണ് നമ്മൾ പോണത്. അപ്പോൾ കൂടുതലൊരു ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. ഞാൻ ഒരു തവണ പാരീസ് പോയിട്ടുണ്ട് ഇതിന് മുന്നേ. അന്ന് എനിക്ക് ഭയങ്കര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല മൊത്തത്തിൽ പാരീസ്. പക്ഷെ ഞാൻ എപ്പോൾ അത് പറയുമ്പോഴും നിങ്ങൾ സെക്കൻഡ് ടൈം പാരീസ് കാണാൻ വേണ്ടി പോകുമ്പോൾ കൂടുതൽ സിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് എപ്പോഴും കേട്ടിട്ടുള്ള ഫീഡ്ബാക്ക്. അപ്പോൾ പാരീസിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തവണ പാരീസിലോട്ട് പോകുന്നത്. നമ്മൾ വൈശാഖ് സാർ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പാരീസ് കാണാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷനൊക്കെ നമ്മൾ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. പൊതുവേ യൂറോപ്പിൽ നിന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അധികം കാണാൻ താല്പര്യമുള്ളൊരു സിറ്റിയാണല്ലോ പാരീസ്. ഇതുവരെ ഞാൻ എൻ്റെ വ്ളോഗിൽ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് പാരീസിൻ്റെ ഭംഗി അല്ലെങ്കിൽ പാരീസ് സിറ്റിയിലെ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് പെട്ടെന്ന് ആംസ്റ്റർഡാം സെൻട്രലിൽ പോവാം. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതായിരിക്കും ആംസ്റ്റർഡാം സെൻട്രൽ. എന്നാലും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോഴുള്ള ഒരു എന്താ പറയുക, ഒരു വൈബാണ് ഞാൻ ഈ ഒരു വ്ളോഗ് കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല എനിക്കും ഇത് നല്ലൊരു മെമ്മറിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന വ്ളോഗാണ്. ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റ് ട്രാവൽ കാർഡാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ട്രാവൽ കാർഡ്. ഇത് നമുക്ക് മെട്രോയിലും സ്പ്രിൻറ്ററിലും ട്രെയിനിലും ട്രാമിലും എല്ലാം യൂസ് ചെയ്യാം. നമ്മളെപ്പോഴും 2 ട്രാവൽ കാർഡ് എക്സ്ട്രാ ടൂറിസ്റ്റ് ട്രാവൽ കാർഡ് കയ്യിലെടുത്ത് വെക്കാറുണ്ട്. എന്റെ ട്രാവൽ കാർഡാണ്, വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഷോപ്പിങ്ങിന് പറ്റില്ല. നമ്മുടെ ഹോങ്കോങ്ങിലാണ് ഞങ്ങൾ പോയപ്പോൾ ഒക്ടോപസ് കാർഡ് ഉണ്ട്, അത് ഓൾറൗണ്ടറാണ്. എല്ലായിടത്തും യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെയിലി പാസസും ഉണ്ട് കേട്ടോ. ഇപ്പൊ €8 ആണ് തോന്നുന്നു 1 ഡേ പാസിന് വരിക. അപ്പൊ അങ്ങനെ എടുക്കാം. പക്ഷെ നമ്മൾ എടുത്ത് വെക്കാറുണ്ട് 2 എന്നാൽ ഇത് റീചാർജ് ചെയ്തിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ആംസ്റ്റൽഫെയിൻ എത്തി. ഇവിടെ നമ്മൾ ട്രാം എടുത്തിട്ടാണ് സൗദിൽ പോണത്. സൗദിൽ നിന്ന് നമ്മൾ മെട്രോ എടുത്തിട്ട് സെൻട്രൽ പോകും. കാര്യം കൂടെ പറയണ്ട കേട്ടോ. ഇവിടെ ആക്ച്വലി യൂറോപ്പിലുള്ള ബാങ്ക്സിലെ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പബ്ലിക് ട്രാൻസ്പോർട്ട്സിൽ. ഇപ്പം ഞാനൊക്കെ ബാങ്ക് കാർഡാണ് യൂസ് ചെയ്യാറ്. അതിപ്പോൾ അടുത്ത് വന്നതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 കൊല്ലമായിട്ടേ ഉള്ളൂ അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ട്രൈ ചെയ്തൊക്കെ ആക്ച്വലി വേണമെങ്കിൽ ശരി പറ്റുന്നുണ്ടായിരിക്കും. ട്രൈ ചെയ്തോ. വൈശാഖ് സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലൈറ്റ് ജാക്കറ്റ് മതി എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ലൈറ്റ് ജാക്കറ്റ് ഡിപിച്ചിരിക്കുകയാണ് വിഷ്ണു. എടോ റെസ്പോൺസ് കാടോ, ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലേ. തണുക്കുണ്ടോ? ഇവിടെ നമ്മൾ കാർഡിൽ എത്ര പൈസ ഉണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോയി വരാൻ മിനിമം ഒരു €7 വേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം എന്ത് രസമല്ലേ. പുറത്തിറങ്ങാൻ തന്നെ ഒരു വലിയ ഉഷാറും കാര്യമൊക്കെ തോന്നണം. നമ്മൾ ട്രാം ഇവിടെ വന്നിട്ടുണ്ട്. സൗദിലോട്ടാണ് നമ്മൾ പോണ കേട്ടോ. ഇവിടെ എൻ്റെ അമ്മയച്ഛനും വിഷ്ണുവിൻ്റെ അമ്മയച്ഛനും ഇപ്പം ഇവർ വന്നു കഴിഞ്ഞപ്പോഴും ഒക്കെ നമുക്ക് തരുന്നൊരു ഫീഡ്ബാക്കാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം വളരെ പുതിയതാണ്. മെട്രോ ആയിക്കോട്ടെ ട്രാം ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും വെരി നീറ്റ് ആൻഡ് ക്ലീനായി പുതിയ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് എപ്പോഴും ഞാനിവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാലോ, യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ടാക്സ് വരുന്ന കൺട്രികളിൽ ഒന്നാണ് നെതർലാൻഡ്സ്. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെയാണ് തിരിച്ചു കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.
അങ്ങനെ നമ്മൾ ട്രാമൊക്കെ കയറി സൗദിലെത്തിയിട്ടുണ്ട്. മുന്നേ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആംസ്റ്റർഡാം റീജിയനിൽ അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിംഗ് കാണുന്നൊരു സ്ഥലമാണ് സൗദ്. സൗദിൽ നിന്ന് നമുക്കിനി ഒരു മെട്രോ കൂടെ എടുക്കാനുണ്ട് കേട്ടോ. സെൻട്രൽ എക്സൈറ്റഡ് ആണോ സെൻട്രം കാണാൻ? എക്സൈറ്റഡ് യെസ്, പക്ഷെ സെന്റർ ഞാൻ എന്റെ വീഡിയോയിലൂടെ കുറെ കണ്ടിട്ടുണ്ട്. അത് നേരിട്ട് കാണാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഇഷ്ടമാണ് എനിക്ക് കാണാൻ. ഞാൻ നെതർലൻഡ്സിൽ വന്നിട്ട് ഏകദേശം ഒരു 2.5-3 വർഷം കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് ചുമ്മാ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ അതർ ഡേയും സെൻറ്ററും പോയി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കണ്ടുപിടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം സെൻറ്ററും നമുക്ക് നല്ല ഐഡിയ ഉണ്ട്. ഇപ്പോഴും ഞാൻ ഇവിടെ സെൻട്രലിൽ അല്ലെങ്കിൽ റോക്കിനിൽ വരുമ്പോൾ പറയുന്ന കാര്യമാണ്, പുതിയതായിട്ടുണ്ടായ ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ റോക്കിൻ. ഇത് നമ്മളിവിടെ എന്താ പറയുക, ഈ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കുമ്പോൾ കുഴിച്ചെടുത്ത കാര്യങ്ങളെല്ലാം അവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ബ്രഞ്ച് കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെറുതായിട്ട് ബ്രഞ്ച് കഴിച്ചിട്ട് ഇറങ്ങി. പക്ഷെ ഇപ്പൊ നല്ലോണം വിശക്കുന്നുണ്ട്. എല്ലാവർക്കും ചൈനീസ് എന്തെങ്കിലും കഴിക്കാനാണ് മൂഡ്. അതുകൊണ്ട് നംകി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോയി കഴിക്കാന്നാണ് വിചാരിച്ചത്. ആംസ്റ്റർഡാമിന്റെ പല പല ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പല തവണയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, ഇവിടെയുള്ള ബിൽഡിങ്സ് ഒക്കെ വളരെ പഴയതാണ് കേട്ടോ. ഒരു 17th സെഞ്ചുറി തൊട്ടിട്ട് തന്നെ ഉള്ള ബിൽഡിങ്സ് ഇവിടെ നമുക്ക് ഈസിലി കുറേ കാണാൻ പറ്റും. ആൻഡ് അവരിടയ്ക്കിടയ്ക്ക് നല്ല മെയിൻ്റനൻസ് ചെയ്യും കേട്ടോ. അല്ലാതെ ഇത്രയും ഒരു എന്താ പറയുക ഓൾഡ് ബിൽഡിങ്സ് ഒക്കെ നിലനിർത്താൻ ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ഇവിടുത്തെ ആർക്കിടെക്ചർ പൊതുവേ നല്ല അടിപൊളിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഡച്ച് ആർക്കിടെക്ചറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഒരുപാട് കനാൽസ് കാണാം കേട്ടോ. 1950s തോന്നുന്നു ഇവിടെ നല്ലൊരു ഫ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവര് സിറ്റിയും അല്ലെങ്കിൽ നെതർലൻഡ്സ് തന്നെ ബെസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടാണ് അവര് ഫ്ലഡിനെ നല്ലോണം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കാനായിരുന്നല്ലോ നമ്മുടെ പിണറായി വിജയൻ സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബെസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ഉള്ള ഒരു കൺട്രിയാണ് നെതർലാൻഡ്. സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല പൂക്കളൊക്കെ വെച്ചിട്ടുള്ള നല്ല ബൈക്ക് നമുക്ക് സിറ്റിയുടെ പല ഭാഗങ്ങളിലും കാണാം. ഇവിടുന്നാണ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നത്. നംകി ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ സാധാരണ ബുക്കിംഗ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടാൻ ദീപ ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ലക്ലി നമുക്കിന്ന് സീറ്റ് കിട്ടി, ഒപ്പം മെനു കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളി എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം. അങ്ങനെ ഒരു 1/4 മണിക്കൂറിന് ശേഷം നമുക്ക് വേണ്ട കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റാർട്ടേഴ്സും ഒപ്പം ഒരു 2-3 മെയിൻ കോഴ്സുമാണ് നമ്മൾ പറഞ്ഞത്. കാര്യമായിട്ട് എല്ലാ ഫുഡും ഇവിടെ നിന്ന് കഴിക്കേണ്ട, കാരണം നമ്മൾ ഇനി ഡാം സ്ക്വയറിലും സെൻട്രലിലും ഒക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഫുഡുകൾ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബേസിക്കായിട്ട് നല്ലോണം നിറയാനുള്ള കുറച്ച് ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തു. ആദ്യം സ്റ്റാർട്ടറായിട്ടൊരു പ്രോൺ ക്രാക്കർ പറഞ്ഞു. അൽക്ക തോക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. നമ്മളുണ്ടല്ലോ മെയിൻ ഡിഷായിട്ട് 3 ഡിഷാണ് പറഞ്ഞത്, 2-3 സ്റ്റാർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പ്രോൺസ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ആണോ? ആർക്കും വെയിറ്റ് ചെയ്യുന്ന സമയമില്ല. എങ്ങനെയുണ്ട്? വിഷ്ണു ഈ ലാസ്റ്റ് ബീഫ് പീസ് ഇവിടെ കഴിച്ചിട്ട് നമ്മൾ നംകിയിലെ ഫുഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വിഷ്ണുവിന് ബീഫാണ് ജീവിതത്തിന്റെ പകുതി എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡായി കഴിഞ്ഞു. എന്നോട് അൽക്ക ചോദിക്കുമായിരുന്നു ഞാൻ എന്തിനാണ് ഈ കണ്ണട വെച്ചിട്ട് അകത്തിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് അതേ പർപ്പസ് മാത്രമല്ല അതിനുള്ളത്, ഈ കണ്ണ് കാണും കൂടെ വേണം. ഇത് പവർ ഗ്ലാസ് ആണ് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ കണ്ണ് കാണില്ല, അതുകൊണ്ട് മാത്രമാണ് വെച്ചത്. ആ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത പോലെ ഉണ്ടല്ലോ. ഇല്ല നല്ലതാണ്, കണ്ടിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനാണ് കൊണ്ടുവന്നത്, എന്റെ സെലക്ഷനാണ്, അതുകൊണ്ട് കൂടി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അത്യാവശ്യം തണുപ്പുണ്ട്, മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തപ്പോ തണുപ്പ് നന്നായി കൂടിയിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മള് ഇവിടെ ഒരു ബേക്കറി പോവാണ് കേട്ടോ ചുറോസ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചുറോസ് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, പക്ഷെ ഭയങ്കര ചോക്ലേറ്റ് ഫ്രൈഡ് ആയതുകൊണ്ട് എപ്പോഴും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും വെക്കേഷനിലാണല്ലോ, ജിം പരിപാടി ഒന്നും കഴിഞ്ഞിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇനി ചുറോസ് ആയിട്ട് കുറയ്ക്കണ്ട. ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊരു നല്ല കിഡ്ലൻ ഹോട്ടലാണ് കേട്ടോ, സെൻട്രത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഗ്രാൻഡ് ഹോട്ടൽ. നമ്മുടെ സെലിബ്രിറ്റീസ് കുറേ പേര് വന്നു കഴിഞ്ഞാൽ അനന്തര ഇവിടെയാണ് നമ്മുടെ സെലിബ്രിറ്റീസ് കുറേ പേര് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്, ഹോട്ടൽ അനന്തര. നമ്മൾ അങ്ങനെ ഇവിടെ ഡാം സ്ക്വയർ എത്തി. ഈ കാണുന്നതാണ് ഡച്ച് പാലസ്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ആയിരിക്കും.
എനിക്കും ഇവിടെ വന്നോണ്ട് ഭയങ്കര അത്ഭുതമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ പാലസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയൊരു കോമ്പൗണ്ടിന്റെ അകത്ത് അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഡാം സ്ക്വയറിൽ ഇത് നമ്മുടെ ഡച്ച് പാലസ്. ഇതിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ കിങ് താമസിക്കുന്നില്ല. കിങ് ഇവിടെ ഡെൻഹാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് സ്റ്റേ എന്നാണ്. അവിടെയാണ് പുള്ളിയുടെ പാലസും കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ പുള്ളി കിങ്സ് ഡേ അന്ന് വരും, എന്നിട്ട് ഒരു ദിവസം പുള്ളി ഇവിടെ സ്റ്റേ ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഒരു ജനറൽ നോളേജ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ കമന്റ് സെക്ഷനിൽ കറക്റ്റ്. നല്ല മഴ പെയ്യുണ്ട്. തൽക്കാലം ഞാൻ പറഞ്ഞു പുള്ളാൻ പേരിലൊന്ന് കയറാം, കാരണം എനിക്കൊരു ജീൻസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ ജീൻസ് എല്ലാം എനിക്ക് ടൈറ്റ് ആയി പോയതുപോലെയോ അതൊരു സുഖമില്ലാതായതുപോലെ തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പുള്ളാൻ പേരിൽ കയറിയൊരു ജീൻസ് നോക്കാം. അവരുടെ പിന്നിലുണ്ടായിരുന്നു. എവിടെ അവരെ കാണാനില്ല. എന്തായാലും അവർ നോക്കില്ല. പുള്ളാൻ പേർ ഞാൻ കണ്ടു. നമുക്ക് അങ്ങോട്ട് പോവാം. ഇടയ്ക്കൊക്കെ നിങ്ങൾ ചോദിക്കാറില്ലേ ഞാൻ എവിടെ നിന്നാണ് ജീൻസ് എടുക്കാറ് എന്നുള്ളത്. ഞാൻ ഇവിടെ ആംസ്റ്റർഡാമിൽ വന്നതിന് ശേഷം ഈ ഒരൊറ്റ കടയിൽ നിന്ന് മാത്രമേ ജീൻസ് എടുക്കാറുള്ളൂ. എനിക്ക് ഇവിടുത്തെ ജീൻസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫിറ്റിങ്ങും ഇഷ്ടമാണ്, അതേപോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് നമുക്ക് ജീൻസ് കിട്ടുക. ഇപ്പോൾ പിന്നെ നമ്മുടെ സ്കിന്നി ജീൻസിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞ പോലെയാണല്ലോ ഫാഷൻ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് വൈഡ് ലെഗിൽ വരുന്ന ജീൻസ് കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ കുറച്ച് മോം ഫിറ്റ് ട്രൈ ചെയ്ത് നോക്കി. അവസാനം ഞാൻ ഈ ഒരു ബ്ലാക്ക് ജീൻസാണ് കേട്ടോ എടുത്തത്. അങ്ങനെ നമ്മൾ നടന്ന് ഡാം സ്ക്വയറിന്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഡാം സ്ക്വയറിലെത്തിയിരിക്കുകയാണ്. ഇത് ഡച്ച് പാലസിന്റെ ഫ്രണ്ടില്. ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ. ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഒരുപാട് ടൂറിസ്റ്റ്, ഒരുപാട് കൾച്ചർ, ഒരുപാട് ആൾക്കാർ. അടിപൊളി സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ എനിക്ക് ബേസിക്കലി ഇഷ്ടമായതുകൊണ്ട് ആര് വന്നു കഴിഞ്ഞാലും അവരുടെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് ഞാൻ. അപ്പോൾ അൽക്കയ്ക്കും വൈശാഖ് സാറിനും വേണ്ട കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. പണി നടക്കുന്നുണ്ടോ മുകളിലല്ലേ? മുകളിലെന്തോ വർക്ക് നടക്കുന്നുണ്ട്. കുറച്ച് നേരം ഡാം സ്ക്വയറിൻ്റെ വൈബൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ചുറോസ് കഴിക്കാൻ പോകാൻ തീരുമാനിച്ചു. ഞാനിവിടെ കുറേ ബേക്കറീസിനൊക്കെ ചുറോസ് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ പോകുന്ന ബേക്കറിയിൽ അവർ ഫ്രഷ് ആയിട്ട് ചുറോസ് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരും, അതും നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാനിപ്പോൾ പോകുകയാണെങ്കിൽ അവിടെ പോകാറുള്ളൂ. പിന്നെ ജസ്റ്റ് ചുറോസ് മാത്രമല്ലേ, ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. എൻ്റെ മേഖല ഇതല്ലാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയില്ല. വൈശാഖ് സാർ പറയുന്നുണ്ടായിരുന്നു അടിപൊളി കുറേ ഓപ്ഷൻസ് ഉണ്ട്, നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് ട്രൈ ചെയ്യണം എന്നുള്ളത്. ചുറോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു നമ്മുടെ ചേട്ടാ വലിയ ഇവിടെയാണ് ഒരു ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരാം. വേറെ ഉള്ളവരത്തൊക്കെ ഒരു എടുത്ത് ചൂടാക്കി തരുള്ളൂ. ഒരിക്കൽ ഉണ്ടാക്കി പൊള്ളിയതാണ്, അതുകൊണ്ട് പതുക്കെ ട്രൈ ചെയ്യാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ സാധനങ്ങളാണ്. എന്താണോ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ എടുത്തില്ല, അതിങ്ങനെ മൊത്തം ഇവിടെയൊക്കെ അൽക്കത് വിട്ടോളൂ. ന്യൂട്ടലിൽ വേറെ വാങ്ങിത്തരാം. എനിക്ക് ശരിക്കുണ്ടല്ലോ എന്റെ കണ്ണട ഞാൻ എടുക്കാൻ മറന്നേ. എനിക്കൊണ്ട് എല്ലാവർക്കും എന്റെ കണ്ണട ഞാൻ എടുക്കാൻ മറന്നു. ഞാൻ സൺഗ്ലാസ് വെച്ചിട്ട് ഇറങ്ങിയോണ്ട്. അപ്പൊ എല്ലാവരും വിചാരം എനിക്ക് എന്തോ ചെറുതായിട്ട് ഇത്രയും മഴയുള്ളപ്പോ സൺഗ്ലാസ് വെച്ച് നടക്കുന്നു. ഓ ശരിയല്ലേ, ഈ മഴയത്ത് സൺഗ്ലാസ് വെച്ച് ഉള്ളത് എല്ലാവരും വിചാരിക്കില്ലേ? തണുപ്പ് കാരണം. അപ്പൊ നമ്മള് മെല്ലെ ഇവിടുത്തെ പരിപാടി, എന്റെ മൊബൈൽ ഇപ്പോ അവന്റെ സൈക്കിളിന്റെ മുകളിൽ ഇരുന്നാണ്. നമ്മള് മെല്ലെ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ചിട്ട് പോവാണ്. ഡച്ച് പാലസിന്റെ മുന്നിൽ നിന്നും അൽക്ക ഇന്നത്തേക്ക് യാത്രയാവുകയാണ്. തിരിച്ചു വരുമോ? തിരിച്ചെന്തായാലും വരുള്ളൂ. ഷോപ്പ് ചെയ്യണ്ടേ? ഷോപ്പ് ചെയ്യണം, കുറെ പണിയുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ തിരിച്ചു പോണേ. ഇവിടുന്ന് മെട്രോ എടുത്ത് സൗദിന്ന് ട്രാം എടുത്ത് ആംസ്റ്റൽഫെയിന്ന് കാർ എടുത്തിട്ട് വീട് വരെ പോവാം. കഴിച്ച് ഒരുപാട് കാര്യം കഴിച്ചു. ലിപ്സ്റ്റിക് ഒക്കെ പോയി. വെറുതെ ലിപ്സ്റ്റിക്കിന്റെ മുകളിൽ പണിയെടുക്കുന്നത് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. 4 മിനിറ്റിൽ നമ്മുടെ മെട്രോ വരും. പെട്ടെന്ന് ഓടിച്ചാടി പിടിച്ച് പോവാം. ഇത്രയും കൺട്രീസ് പോയിട്ട് നെതർലൻഡ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രത്യേകത നെതർലൻഡ്സിന് തോന്നിയോ? എന്താ
നെതർലൻഡ്സ് മിക്സ് ഓഫ് മോഡേൺ ആൻഡ് ഇതാണ് റസ്റ്റിക് ആർട്ട്. ഒരു ബിൽഡിങ്സിനൊക്കെ ഒരു ഓൾഡ് ഇതുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ലണ്ടനിലൊക്കെ പോയ എല്ലാം ഒരുപാട് ഓൾഡ് ഇത് മാത്രമായിരിക്കും. പക്ഷെ ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു പാർട്ടി വൈബ്, ഒരു റസ്റ്റിക് വൈബ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഡച്ച് പീപ്പിൾ? കുറച്ച് റൂഡാണ് അങ്ങനെയല്ല, പക്ഷെ സംസാരിച്ചു തുടങ്ങി അവർ കുറച്ചും കൂടെ സംസാരിക്കും. പക്ഷെ ഒരു ഇപ്പോൾ ഇംഗ്ലണ്ടിലും US-ലൊക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര പൊളൈറ്റ് ആയിരിക്കും. എന്ത് ചെയ്താലും സോറി താങ്ക് യു ആര് കണ്ടാലും സ്മൈൽ ചെയ്യും, വിഷ് ചെയ്യും. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ അത്ര പൊളൈറ്റ്, നമ്മളല്ല ഡച്ച് ആൾക്കാർ അത്ര പൊളൈറ്റ് അല്ല. സംസാരിച്ചു തുടങ്ങിയ പക്ഷെ സംസാരിച്ചവർ ഭയങ്കര ഗുഡാണ്. എനിക്ക് തോന്നിയേൽക്കാം, എനിക്ക് തോന്നുന്നത് റൂഡിന്റെ കുഴപ്പമില്ല. എവരിവൺ ഇസ് ബിസി വിത്ത് ദെയർ ഓൺ ലൈഫ്. അവർക്ക് വേറെ ആരെയും നോക്കാൻ നേരമില്ല. അങ്ങനെ എനിക്ക് തോന്നി. നമ്മൾ ലണ്ടൻ നിങ്ങളുടെ വരുമ്പോഴത്തേക്ക് ഒത്തിരി ഒട്ടും ഇവിടുത്തെ ആൾക്കാർ അത്ര വോമല്ല എന്ന് എനിക്ക് തോന്നി. ബട്ട് നത്തിങ്, കുഴപ്പമില്ല. ലാംഗ്വേജ് ഒരു പാട്ടാണ്. കാരണം നാച്ചുറലി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇവർക്ക് എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് കൺസ്ട്രെയിൻ കാണുമായിരിക്കും. എനിക്ക് ചിലപ്പോൾ ഡച്ചിൽ നമ്മൾ വിഷ് ചെയ്താൽ തിരിച്ച് വിഷ് ചെയ്തായിരിക്കും. പക്ഷേ സിറ്റി വൈസ് എന്താണെന്ന് എനിക്ക് പറയാനുള്ളത്, ബ്യൂട്ടിഫുൾ സിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ. ഭയങ്കര റസ്റ്റിക് ചാം ഉണ്ട്, നല്ല ഓൾഡ് ബിൽഡിങ്സ്, അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട് സിറ്റിക്ക്. പക്ഷെ എനിക്ക് പേഴ്സണലി ട്രാവൽ ചെയ്യുമ്പോൾ സിറ്റീൻ്റെ ഭംഗിയെക്കാളും അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു വോംത്തും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫീലിംഗ് തിരിച്ചു പോകാൻ തോന്നുമെന്നൊരു ഫീലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്ഥലവും ഭംഗിയുണ്ടാവണം, ആൾക്കാരും വോമായിരിക്കണം. ഇവിടെ എനിക്ക് അങ്ങനെ ആൾക്കാരുടെ വോംത്ത് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ സിറ്റി. കാരണം ഇവർ ലണ്ടനിൽ നിന്നാണ് വരുന്നത്. ലണ്ടനിൽ ഭയങ്കര പൊളൈറ്റ് ആണ് ആൾക്കാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര അല്ല അൽക്കിക്ക് ഒന്നില്ലേ പിന്നെ അല്ലെങ്കിൽ ഈ റസ്റ്റിക് ചാമിന്റെ ഒന്നില് സന്തോഷ് ജ്യോതി വിളക്കില്ല, അല്ലെങ്കിൽ മറ്റേ ഈ ഒരു ഡിസ്കഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കാൻ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ശരിക്കുണ്ടല്ലോ, ഞാനിപ്പോഴും സൺഗ്ലാസ് വെച്ച് നിൽക്കുന്നതിന് ഇവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ കളിയാക്കലൊന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. എനിക്ക് കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൺഗ്ലാസ് വെച്ചേ പറ്റൂ. എനിക്ക് അങ്ങനെ ഭയങ്കര പവറൊന്നുമില്ല കേട്ടോ, നല്ലൊരു 1.25 ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഗ്ലാസ് വയ്ക്കുന്നതന്നെയാണ് നല്ലത്. നമ്മൾ സൗദിലെത്തി. സൗദിൽ നിന്ന് ട്രാം എടുത്തിട്ട് ആംസ്റ്റർഫെയിനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റ് പ്രോപ്പർലി ചെക്ക് ഇൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റാൻഡായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇപ്പോൾ ടിക്കറ്റ് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളെല്ലാവരും പ്രോപ്പറായിട്ട് ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് വീട്ടിലെത്തിയ ഉടനെ പാക്ക് ചെയ്യണം, പിന്നെ ഫുഡ് കഴിക്കണം. എന്നിട്ട് രാത്രി ഒരു 11 മണിയാകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. നമ്മളങ്ങനെ നടന്ന് പ്രദൂന്റെയും ഗീതുവിൻ്റെയും അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അവിടെയുള്ള നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി കാറൊക്കെ എടുത്ത് വീട്ടിൽ പോവാം. പാക്ക് ചെയ്യാനുണ്ട്. ഒന്നും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഏതൊക്കെ ഡ്രസ്സാണ് തീരുമാനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പാക്ക് ചെയ്ത് പോകണം. ഇന്ന് രാത്രി 11 മണിക്കാണ് നമുക്ക് 11:45 ആണ് ബസ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11:45 ബസ് വരുന്നത്. സ്ലോട്ട് ലൈക്ക് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സ്ഥലത്തു നിന്നാണ് ബസ്. രാവിലെ 6 മണിക്കാണ് നമ്മൾ പാരീസ് എത്തുന്നത്. അവിടെ സ്റ്റേ എടുത്തിട്ടുണ്ട്. ഒരു 600 മീറ്റർ നടക്കാനുള്ള ദൂരത്തിലാണ് സ്റ്റേ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ തവണ ഞാൻ പാരീസിൽ പോയപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു. ഒരുപാട് ദൂരം നമ്മൾ വില കുറഞ്ഞിട്ടുള്ളൊരു സ്റ്റേ നോക്കിയെടുത്തു. പക്ഷേ ഉണ്ടല്ലോ, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു പണിയായിരുന്നു. നമ്മൾ അട്രാക്ഷൻ പോണേക്ക് അടുത്തെടുക്കുക. നല്ല സ്റ്റേ ആയിരുന്നു. നല്ല സ്റ്റേ ആയിരുന്നു. പക്ഷെ എന്താ പറയാ, നമ്മൾ റേറ്റും എല്ലാം കൂടെ ട്രാൻസ്പോർട്ട് കൂടി നോക്കുമ്പോഴേ ഞങ്ങൾ എപ്പോഴും ചെയ്യാറില്ല. വൈഷു എപ്പോഴും ഫോളോ ചെയ്യാറില്ല. ഇത്ര റേറ്റ് സ്റ്റേന് ഇത്ര റേറ്റ് കൂടിയാലും ആക്സസിബിലിറ്റി നോക്കും. അപ്പോൾ ടൗൺ സെൻറ്ററിൽ, സിറ്റി സെൻറ്ററിൽ നോക്കും. അപ്പം നമുക്ക് ഒന്നെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി നല്ല കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ടാക്സിക്കൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് സ്റ്റേ എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ അങ്ങനെ സ്റ്റേ എടുത്തിട്ടുള്ളത്. 3 ബെഡ് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റേ ആണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒറ്റയ്ക്ക് രാത്രി കിടക്കാൻ പേടിയാണല്ലോ. ഞങ്ങൾ കൂട്ടി. അതെ. തൽക്കാലം കാറെടുത്ത് വീട്ടിൽ പോകാം. എൻ്റെ ശബ്ദം നല്ല ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ, പൊട്ടനും പോയി ബോട്ടും കിട്ടിയെന്ന് പറയില്ലേ. നമ്മളെല്ലാവരും ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വിഷ്ണുവിൻ്റെ സാമ്രാജ്യമാണല്ലോ. ഈ വൈറ്റ് സീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കാറില്ല. ഒരു ചെറിയ പാട് കണ്ടപ്പോൾ വിഷ്ണുവിൻ്റെ ഹൃദയം അങ്ങോട്ട് തകർന്നു. വീട് ഇടിഞ്ഞു വീണാലും തിരിഞ്ഞു നോക്കാറില്ല. അങ്ങനെ വേണോ? പക്ഷെ വീടിന്റെ അകത്ത് തല കുത്തനെ കിടന്നാലും ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് ജീവിച്ചോളൂ. അത് ഞങ്ങളാണോ?
വീട്ടിലെത്തിയ ഉടനെ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് എല്ലാവരും പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ട് കാര്യമായി പുറത്തുനിന്ന് കഴിക്കാൻ ആർക്കും വലിയ താല്പര്യം കാണുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ കുക്ക് ചെയ്ത കുറച്ച് മോര് കറിയും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ചോറ് പിടിക്കാമെന്ന് രാത്രി. എൻ്റെ ഇപ്പോഴത്തെ ശബ്ദം കേൾക്കുമ്പോൾ ഞാനത്ര ഫുള്ളായിട്ടല്ല കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ ട്രാവലിംഗ് ആണ്, പാരീസിലാണ് ആൽക്കടിയും വൈശാഖ് സാറിൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ ഹോട്ടലിലാണ്. അപ്പോൾ അധികം ശബ്ദം പുറത്തോട്ട് വരാത്ത രീതിയിൽ ഞാനിങ്ങനെ പിടിച്ച് കുറച്ച് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് കംപ്ലീറ്റ് ഇൻവോൾവ് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാൻ പറ്റാത്തത്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് നിങ്ങൾക്ക് ഒരുപാട് കേൾക്കുന്നുണ്ടായിരിക്കും. അതൊന്ന് തൽക്കാലം നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ റെഡിയാക്കുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, വേറൊരു കാര്യം പറയാണ്ട് കേട്ടോ. അൽക്ക വന്നപ്പോൾ കിഡ്ലിന് ഒരു ബീഫ് അച്ചാർ കൊടുന്നിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. അതുകൊണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. തിരിച്ചു പോണതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ബോട്ടിൽ ഇവിടെ ഉണ്ടാക്കി വെക്കാൻ ഒരു ചെറിയ റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. ചെയ്തുതരുമെന്ന് അറിയില്ല കേട്ടോ. ഡിന്നർ ഇതേ ഓൾമോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അൽക്കിയും വൈശാഖ് സാറും കൂടെ പാക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇനി ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സും കൂടെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. വിഷ്ണു എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒപ്പം പോയിട്ട് പെട്ടെന്ന് പാക്ക് ചെയ്യട്ടെ. കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. എനിക്കാണെങ്കിൽ പോകാൻ നേരത്ത് പാക്കിങ്ങും എല്ലാം കൂടെ എനിക്ക് കുറച്ച് പാനിക്കാവുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നാട്ടിൽ പോകുമ്പോഴൊക്കെ വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ ആകമൊത്തൊരു ബുദ്ധിമുട്ടാണ്. അതേപോലത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ അധികം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ വിഷ്ണുവും കൂടെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, വിഷ്ണു ഇവിടെ ഒറ്റയ്ക്കാണല്ലോ പറയണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഒരു വിഷമമൊക്കെ എനിക്ക് മിക്സായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തായാലും 2 ദിവസമല്ലേ ഉള്ളൂ. നമ്മൾ ഇന്ന് രാത്രി പോയിട്ട് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആയതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ മിസ് ചെയ്തു എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറുത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് എടുത്തിട്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളിത് താഴെ വന്നിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഇപ്പോൾ ഈ ചോറ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നുണ്ട്. കാരണം ഇപ്പോൾ 2 ദിവസം പാരീസിലായിട്ട് എനിക്കിപ്പോൾ വീണ്ടും ചോറും മോരുകറിയൊക്കെ കഴിക്കാനുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ചോറ്, മോരുകറി, പിന്നെ പൊട്ടറ്റോ ഫ്രൈ, പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ അൽക്കയുടെ ബീഫ് അച്ചാറും കൂട്ടി സുഖമായി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. ഒരു ഓട്ടപ്രദക്ഷിണായിരുന്നു കേട്ടോ. എന്തൊക്കെയോ നമ്മൾ ബാഗിൽ വെച്ചു, എന്തൊക്കെയോ വെക്കാതിരുന്നു. പെട്ടെന്ന് പോവാം. നമുക്ക് 11:45 ഇപ്പോൾ സമയം. 11:30. ഇവിടെ അധികം ഫ്ലിക്സ് ബസ് വരിക സ്ലോട്ടഡൈക്ക് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 25 മിനിറ്റേ ഉള്ളൂ. സെൻട്രത്തിൻ്റെ അടുത്താണ് വരുന്നത് സ്ലോട്ടഡൈക്ക്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് സമയമായപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ലേറ്റ് ആവുകയാണെങ്കിൽ മിസ്. നമ്മളിത് ഇവിടെ സ്ലോട്ടഡൈക്ക് സ്റ്റേഷനിലെത്തി. ഇങ്ങനത്തെ ഒരു ബസ്സാണ് കേട്ടോ നമ്മുടെ ബസ്, ഫ്ലിക്സ് ബസ്. എനിക്ക് ശബ്ദം കൂടുതൽ അടഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ലൊരു വ്ളോഗ് പാരീസിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല ശബ്ദം എന്താവും എന്നുള്ളത്. ജസ്റ്റ് സംസാരിച്ചു എന്നുള്ളത് വെറുതെ ഒന്നുമല്ല വ്ളോഗിൽ പറഞ്ഞതാട്ടോ. എനിക്ക് വെതർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ചൂടായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും തണുപ്പായി. അപ്പോൾ ഞാൻ ഭയങ്കര അലർജിക്കാണ്. അതിൻ്റെ മുകളിൻ്റെ ശബ്ദം ഫുൾ അടഞ്ഞു പോയിട്ടുണ്ട്. അൽക്കാ നമുക്ക് ചമഞ്ഞ് വരിക ബാക്കിൽ. മതി മെല്ലെ. ഞാൻ ഫ്ലിക്സ് ബസ്സിൽ മുന്നേ പാരീസിന് പോയിട്ടുണ്ട്, പിന്നെ ബെൽജിയം പോയിട്ടുണ്ട്, പിന്നെ ഞാൻ ബെർലിനും പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് പൊതുവേ. വിഷ്ണുവിനെ ഞാൻ ഇറങ്ങാൻ ടൈമായപ്പോൾ ചെറിയൊരു ഇമോഷണൽ ചേഞ്ച് ചെയ്യാൻ കണ്ടു. അപ്പോൾ എനിക്ക് ചെറിയൊരു മനസ്സമാധാനമായി. വിഷ്ണുവിൻ്റെ അടുത്ത് പറയായിരുന്നു, ഒറ്റയ്ക്ക് സൂക്ഷിച്ച് പോയി വരണം, RP കാർഡും ബാങ്ക് കാർഡ്സും ഒന്നും കളയരുത്, എല്ലാം പ്രോപ്പറായി എടുത്ത് വെക്കണം, പിന്നെ വൈശാഖ് സാർ പറയുന്നതൊക്കെ കേൾക്കണം. അങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ തന്ന് എന്നെ അത് വിഷ്ണു പോയിട്ട് വരാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുന്ന എൻ്റെ ഹെഡ്സെറ്റ് ആയിരിക്കും. അൽക്ക പറയുന്ന ഒരു കാരണവശാലും കേൾക്കരുത്, ഫുള്ള് ബ്ലോക്ക് ചെയ്തോളുന്ന ഹെഡ്സെറ്റാണ്. ഇപ്പോൾ സമയം 11:47 സോറി 11:47. അടുത്ത പാരീസ് വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തന്നെ മലയാളി. ടാറ്റാ.